ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് കവർ ചെയ്യാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അവിടേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ സാഹിത്യ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ഹോം മാച്ചിലും ഫാൻസ് കുറഞ്ഞു വരികയാണ്. നമുക്ക് സ്റ്റേഡിയം കണ്ടാൽ തന്നെ മനസ്സിലാകും ഏത് രീതിയിൽ നിന്നൊരു സ്റ്റേഡിയമാണ് ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നതെന്ന്. അതായത് നമുക്ക് നോക്കുമ്പോൾ സൈഡിലെങ്ങും ആളില്ല. ആ ഒരു മഞ്ഞപ്പടയുടെ ആ ഒരു ഗ്യാലറി സൈഡിൽ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ആളുള്ളതെന്ന് തന്നെ പറയാം. സോ അത് മനസ്സിലാക്കി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇപ്പോൾ ആരാധകരോട് പറയുകയാണ്, സ്റ്റേഡിയത്തിലേക്ക് വരൂ, കളി കാണും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ എന്നൊക്കെ. നമ്മൾ കുറേ സപ്പോർട്ട് ചെയ്തു, ഒന്നും ഉണ്ടായില്ല. ആദ്യം നീയൊക്കെ പോയി നല്ലവണ്ണം കളിക്കുക, എന്നിട്ട് നമ്മൾ വരാം. എന്തായാലും ഇത് പറഞ്ഞിരിക്കുന്നത് നോവാസും അഡ്രിയനൊക്കെയാണ് സ്റ്റേഡിയത്തിലേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇവരോട് പറയുള്ളൂ, നിങ്ങൾ പോയി നല്ലവണ്ണം കളിയൊക്കെ നന്നാവട്ടെ, അപ്പോൾ നമ്മൾ വരാം. സോ അത്രയേ ഉള്ളൂ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വമ്പ അപ്ഡേറ്റ് ആണ്. ഇത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മൻവീർ സിംഗ്. ഇതൊരു ലിസ്റ്റിൽ ഇന്ത്യൻ താരം വന്നിരിക്കുന്നു. ഇത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി ഇതുവരെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരം മൻവീർ സിംഗ് ആണ്. 17 അസിസ്റ്റാണ്. 2ാം സ്ഥാനത്ത് ദിമി പെട്രറ്റോസ് 16, 3ാം സ്ഥാനത്ത് ലിസ്റ്റാണ് 13, 4ാമത് റോയ് കൃഷ്ണ 12, 5ാമത് ജോണി കൗക്ക് 10 എന്നിങ്ങനെയാണ് കിടക്കുന്നത്. എന്തായാലും മൻവീർ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ് ഒരു ഇന്ത്യൻ താരം ഈ ഒരു ലിസ്റ്റിലേക്ക് വരിക എന്നുള്ളത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗനയൻ താരമായ ഫ്രാൻസിസ് അഡോ ന്യൂഇയർ എന്ന് പറയുന്ന താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഐ ലീഗ് ക്ലബ്ബായ നാംദാരി FC. ഇതിലൊരു കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം അവസാനമായിട്ട് കളിച്ചത് ഗനയൻ ഫസ്റ്റ് ടയർ ലീഗാണ്. പിന്നെ ഇടയ്ക്ക് വിതൗട്ട് ദി ക്ലബ്ബായിരുന്നു. ഇപ്പോഴാണ് നാംദാരി FCയിലേക്ക് എത്തിയിരിക്കുന്നത്. സോ കരിയറും സ്റ്റാറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര ഹൈ പ്രൊഫൈൽ താരമല്ല എങ്കിൽ പോലും നല്ലൊരു യൂട്ടിലൈസ്, അതായത് നല്ല രീതിയിൽ നാംദാരി FCക്ക് യൂട്ടിലൈസ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മുൻപ് കളിച്ചിട്ടുള്ള ടീമിൻ്റെയൊക്കെ ക്യാപ്റ്റനൊക്കെയാണ്. സോ എന്തായാലും ഒരു ക്യാപ്റ്റൻസി ലീഡർഷിപ്പ് എല്ലാം കിട്ടും. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, സെൻട്രൽ മിഡ്ഫീൽഡർ, അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് തുടങ്ങിയ പൊസിഷനിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയൊരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ സ്റ്റാറ്റും മറ്റ് സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ